ഓസ്ട്രേലിയയിലും ഇന്ത്യൻ താരങ്ങളോട് മര്യാദയില്ലാതെ പെരുമാറി പാക് ആരാധകൻ. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനോടാണ് യാതൊരു മര്യാദയും ഇല്ലാതെ പാക് ആരാധകൻ പെരുമാറിയത്. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് തെരുവിലൂടെ നടക്കുന്ന വീഡിയോയും പാക് ആരാധകന്റെ അപ്രതീക്ഷിത നടപടിയുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഗില്ലും ഫാസ്റ്റ് ബോളർ ഹർഷിത് റാണയും നഗരത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു പാകിസ്ഥാൻ ആരാധകൻ ഗില്ലിന് നേരെ കൈനീട്ടി. വഴിയരികിൽ നിന്ന് കൈനീട്ടിയ വ്യക്തിക്ക് ഗില്ല് തിരിച്ച് കൈ കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഹസ്തദാനം നൽകിയ ശേഷം ഗില്ലിന് നേരെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുഷ്ടി ചുരുട്ടി അലറുകയാണ് പാകിസ്ഥാൻ ആരാധകൻ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അതിവേഗം നെറ്റിസൻസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്ത്യൻ ക്യാപ്റ്റനെ പാക് ആരാധകൻ വഴിയിൽ തടസ്സപ്പെടുത്തുന്നുവെന്നും പാകിസ്ഥാൻകാർ ഇന്ത്യൻ ക്രിക്കറ്റർമാരുടെ കൈപിടിക്കുന്നത് വലിയ നേട്ടമായി കരുതേണ്ട ഗതികേടിലാണെന്നും ഋഷി എന്ന എക്സ് യൂസർ പോസ്റ്റ് ചെയ്തു. രണ്ടാം ഏകദിനം ആരംഭിക്കുന്നതിന് തലേ ദിവസം ഇന്ത്യൻ താരങ്ങൾ അഡലേഡ് നഗരത്തിലൂടെ നടക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ലാത്ത പരിശീലന സെഷൻ ഒഴിവാക്കിയാണ് ഗില്ല് നഗരം ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയത്. ഇന്ത്യൻ ക്യാപ്റ്റൻ ഉൾപ്പെടെ ചുരുക്കം ചില താരങ്ങളാണ് ഈ പരിശീലനം ഒഴിവാക്കിയത്. കഴിഞ്ഞ ആഴ്ച പെർത്തിലെത്തിയപ്പോഴും ഗില്ല് ഓപ്ഷണൽ നെറ്റ്സ് സെഷൻ ഒഴിവാക്കിയിരുന്നു. എന്നാൽ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ മേൽനോട്ടത്തിൽ രോഹിത് കഴിഞ്ഞ ദിവസം 45 മിനിറ്റ് നേരം ബാറ്റിംഗ് പരിശീലിച്ചു. കോച്ചിംഗ് സ്റ്റാഫിൽ നിന്ന് ഗൗതം ഗംഭീർ മാത്രമാണ് രോഹിത്തിന്റെ പരിശീലനം നിരീക്ഷിക്കാനെത്തിയത്. ത്രോ ഡൗൺ വിദഗ്ധരായ ദയാനന്ദ് ഗരാനിയും രാഘവേന്ദ്രയും പന്തുകൾ എറിഞ്ഞു സഹായിച്ചു. ചൊവ്വാഴ്ച നീണ്ട നെറ്റ്സ് പരിശീലനം നടത്തിയതിനാൽ ബുധനാഴ്ച കോഹ്ലി ഇടവേള എടുത്തിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് പുറത്തിറങ്ങിയ ഗില്ലിന് നേരെ പാക് ആരാധകൻ മോശമായ രീതിയിൽ പെരുമാറിയത്. ഗില്ലിന്റെ കൈപിടിച്ച പാക് ആരാധകൻ താരത്തിന്റെ മുഖത്ത് നോക്കിയാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് അലറിയത്. പക്ഷേ ഗിൽ ഈ നീക്കത്തോട് പ്രതികരിച്ചില്ല. താരത്തിന്റെ മൗനം ശക്തമായൊരു പ്രസ്താവനയായിരുന്നു. ഏകദിന ക്യാപ്റ്റനായ ശേഷമുള്ള ഗില്ലിന്റെ ആദ്യ പരമ്പരയാണിത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ പെർത്തിലെ അരങ്ങേറ്റ മത്സരത്തിൽ 10 റൺസിന് ഗില്ല് പുറത്തായിരുന്നു. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റുകൾക്ക് പരാജയപ്പെട്ടു. രണ്ടാം ഏകദിനത്തിൽ 9 റൺസ് മാത്രമാണ് ഗില്ലിന് നേടാനായത്. ടെസ്റ്റിൽ ക്യാപ്റ്റനായതിനു ശേഷമുള്ള ആദ്യ പരമ്പര ഗില്ല് അവിസ്മരണീയമാക്കിയിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായി മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ച ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ പരമ്പര 2-2 സമനിലയിൽ പിടിച്ചു. തുടർന്ന് ഇന്ത്യയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയും ഗില്ലിന് കീഴിൽ ഇന്ത്യ തൂത്തുവാരി. കഴിഞ്ഞ മത്സരത്തിൽ ഗില്ലിന് പുറമെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ എന്നീ മുൻനിര താരങ്ങൾക്കൊന്നും തിളങ്ങാനായില്ല. ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യമായി കോഹ്ലി 0-ന് പുറത്തായി. എന്നാൽ അഡ്ലേഡിൽ രോഹിത്തും ശ്രേയസും അർദ്ധ സെഞ്ചുറികൾ നേടി. കോഹ്ലി തുടർച്ചയായി 2ാം തവണയും ഡെക്കായി മടങ്ങി. രോഹിത് 97 പന്തിൽ 73 റൺസും ശ്രേയസ് 77 പന്തിൽ 61 റൺസും നേടി. ഓൾറൗണ്ടർ അക്സർ പട്ടേൽ 41 പന്തിൽ 44 റൺസ് സംഭാവന ചെയ്തു. ഹർഷിത് റാണ 18 പന്തിൽ 24 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. 6.5 ഓവറിൽ 2-ന് 17 എന്ന നിലയിൽ നിന്ന് കരകയറിയ ഇന്ത്യ 29 ഓവറിൽ 2-ന് 135 എന്ന റൺസിലെത്തി. 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 264 റൺസാണ് ഇന്ത്യ സ്കോർ ചെയ്തത്.